ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് സെം BSc നഴ്സിംഗിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ 6ാമത്തെ ക്ലാസ് ആണെന്ന്. ഇതിന് മുന്നേയുള്ള 5 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലും ഇന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതായത് നിങ്ങളുടെ തേർഡ് സെമ്മിന് 2 പേപ്പറുകളാണുള്ളത്. ഒന്ന് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1, രണ്ടാമത്തത് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി രണ്ട് സബ്ജക്ട്സും കൂടി ചേർത്തിട്ട് ഒരു പേപ്പർ. അങ്ങനെ 2 പേപ്പറുകളാണ് ടോട്ടലി നമുക്ക് എക്സാം ഉള്ളത്. അതിൽ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കൂടുതലും ഞാൻ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളിന് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൊതുവേ ഒന്ന് പ്രീവിയസ് സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഫെയിലാകുന്നത് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോളിലുമാണ്. കാരണം അവിടെ അവരുദ്ദേശിക്കുന്ന സ്പെസിഫൈഡ് കണ്ടന്റ് നിങ്ങളവിടെ എഴുതിയില്ല എങ്കിൽ നിങ്ങൾക്കവിടെ മാർക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു 50% അല്ലെങ്കിൽ ആ ഒരു മിനിമം സ്കോർ കിട്ടാൻ പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല. നന്നായിട്ട് പഠിക്കുക, എല്ലാം സിലബസ് ബേസ്ഡ് ആയിട്ട് ഓൾറെഡി കവർ ചെയ്ത കുട്ടികൾക്ക് റിവിഷൻ ചെയ്യേണ്ട സമയമായി അവർ റിവിഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അവർക്കും ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഒരു ഐഡിയ, ഒന്നുകൂടെ എന്നുള്ളൊരു തറവ് റിവിഷൻ അവിടെ ആകും. അതായത് മെയിനായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് ഇവിടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്മളൊരു റെഗുലർ കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നഴ്സിംഗ് സ്റ്റുഡൻസിന് കംപ്ലീറ്റ് എല്ലാ സെമ്മിനും ഫസ്റ്റ് സെമ്മ് മുതൽ 7th സെം വരെയുള്ള എല്ലാ സെമ്മുകൾക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തു വരികയാണ്. അപ്പോൾ അതിൽ തേർഡ് സെമ്മിൻ്റെയും റെഗുലർ ബാച്ച് നമുക്കുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ കണ്ടൻറ്റും ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസും അതുപോലെ ഓരോ ചാപ്റ്ററിലും സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റും MCQസും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും ഇത്രയുമാണ് നമ്മുടെ കോഴ്സിലൂടെ, ക്രാഷ് കോഴ്സിലൂടെ ആയാലും റെഗുലർ കോഴ്സിലൂടെ ആയാലും നിങ്ങൾക്ക് കുട്ടികൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ അത് ജോയിൻ ചെയ്യുന്നതിന് 1499 എന്നുള്ള ചെറിയൊരു ചാർജ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ 100% എല്ലാ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അവൈലബിൾ ആയിരിക്കും. ഏത് ചാപ്റ്റേഴ്സും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം വരെയും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷനോട്ട് പോകുന്നില്ല. നിങ്ങൾക്കിതിന് എൻക്വയറി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ, ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 889127 എന്നുള്ള ഇത് നമ്മുടെ ഓഫീസിലെ നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് സെമസ്റ്ററിൻ്റെ BSc നഴ്സിംഗിൻ്റെ 1ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നതാണ് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോളും. അതിൽ തന്നെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടൊരു ഐഡിയ ഉണ്ടാകും എക്സാം പാറ്റേണിനെ കുറിച്ച്. ടോട്ടലി 75 മാർക്സിനാണ് എക്സാം. കഴിഞ്ഞ ഓഗസ്റ്റ് 2023 നടന്ന എക്സാമാണിത്. ഇവിടെ ഫസ്റ്റ് നമ്മുടെ മൈക്രോബയോളജി 37 മാർക്കിനും സെക്കൻഡ് പാർട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി 38 മാർക്കിനുമാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മൈക്രോബയോളജി നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾ അവിടെ മൈക്രോബയോളജിയിൽ എത്ര വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ അവരൊരു ലിമിറ്റ് ഇട്ടേ നമുക്ക് മാർക്ക് തരത്തുള്ളൂ. അതേസമയം നിങ്ങൾ 38 മാർക്കിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി, അവിടെ നമുക്ക് ഈസി ആയിട്ട് കൂടുതൽ കണ്ടന്റ് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ് എക്സാമിന് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ആ 38 മാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 30 മാർക്കെങ്കിലും മിനിമം അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. സോ അതുകൊണ്ട് നന്നായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു തറവ് നോളജ് ഉണ്ടാക്കി വെച്ച് വേണം എക്സാമിന് പോകാൻ. മൈക്രോബയോളജിയിൽ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, 4th യൂണിറ്റ്. ഈ 3 യൂണിറ്റുകൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ 3 യൂണിറ്റുകളിൽ നിന്നാണ് വരുന്നത്. 3ാമത്തെ യൂണിറ്റ് പെത്തോജനിക് ഓർഗാനിസം, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ
മാക്സിമം ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെയോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ പാത്തോജനിക് ഓർഗാനിസം എല്ലാം പഠിക്കേണ്ടതെന്ന്. എല്ലാം പഠിക്കാൻ നിൽക്കേണ്ട, പകരം ബാക്കി 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് ഈ 3ാമത്തെ യൂണിറ്റ്, എൻ്റെ ഒരു അഭിപ്രായമാണ്, ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, നിങ്ങൾ പഠിച്ചു തീർന്നിട്ടില്ല, 100% ടോപ്പിക്സും പഠിച്ചു തീർന്നിട്ടില്ല, ഇനി സമയം തികയത്തില്ല എന്നുള്ള ഒരു വിഷമമുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ പഠിക്കേണ്ട സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ് തറവായിട്ട് പഠിക്കുക. തേർഡ് യൂണിറ്റിൽ നമ്മൾ തന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഫ്രീക്വൻ്റ്ലി എക്സാംസിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളും തന്നിട്ടുണ്ട്, അത് കണ്ടു പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സിന് ഇല്ലാത്ത കുട്ടികളാണെങ്കിലും ഈ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ് കവർ ചെയ്തതിന് ശേഷം തേർഡ് യൂണിറ്റിലോട്ട് പോവുക. ഓക്കെ, എല്ലാ മൈക്രോ ഓർഗാനിസംസ് അവിടെ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ പാർട്ട് MCQ ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഇവിടെ 6 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ 6 MCQ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് അവിടെ കിട്ടും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി ഈസ്. അപ്പോൾ ഇത് ഏത് യൂണിറ്റിൽ വരുന്നതാണ്? ഫസ്റ്റ് യൂണിറ്റ്, മൈക്രോബയോളജിയുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്നുള്ള, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോബയോളജി എന്നുള്ള ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. കുറച്ച് ഹിസ്റ്റോറിക്കൽ പോയിന്റ്സുകൾ നമ്മളിവിടെ പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ ഒരു പോയിന്റാണിത്, ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കാണും. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ സി റോബർട്ട് കോച്ച്, ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ. ആരാണ് ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്മോൾ ചാപ്റ്ററാണ്. വളരെ കുറച്ച് കണ്ടൻസ് മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. പക്ഷേ അവയിൽ നിന്ന് മാക്സിമം ചോദിക്കാനുള്ളത് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന്. 5 മാർക്കിന് വളരെ റെയറായിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. കാരണം മുന്നേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. 5 മാർക്ക് അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. 5ഓ 10ഓ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടിലോട്ട് ഒന്ന് പോകാം. എല്ലാ പോയിന്റ്സും ഞാനിവിടെ പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തന്നു കഴിഞ്ഞു. അപ്പോൾ അത് കണ്ട് പഠിച്ചവർക്ക് ക്ലിയർ ആയിട്ട് അതെല്ലാം അറിയാമായിരിക്കും. അപ്പോൾ ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് തീർക്കണം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് എന്തൊക്കെ കണ്ടൻസുകൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, ഇത് ബവീജ ടെക്സ്റ്റ് ബുക്കാണ്. ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ, വൈറസ് എന്താണ്, ആന്റണി വാൻ ലീവൻഹുക്ക് ആരാണ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്, അതുപോലെ ചില ഹിസ്റ്റോറിക്കൽ പോയിന്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ടൊക്കെ 5 മാർക്കിന് ക്വസ്റ്റ്യനായി ചോദിച്ചിരുന്നത് ആയിട്ടുള്ള ഒരു ആളാണ് ലൂയിസ് പാസ്റ്റർ. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടുന്ന ലൂയിസ് പാസ്റ്ററിനെ കുറിച്ചും പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും, എന്തായിരുന്നു, എവിടെ നിന്നായിരുന്നു പുള്ളി, ആരാണ്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് മൈക്രോബയോളജിയിൽ ലൂയിസ് പാസ്റ്റർ തന്നിരിക്കുന്നത്, ഈ പോയിന്റ്സ് ഇത്രയും ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ലൂയിസ് പാസ്റ്റർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ഏത് ടോപ്പിക്, ബാക്ടീരിയോളജിയുടെ ടെക്നിക്സിനെ കുറിച്ചും, വാക്സിനേഷനെ കുറിച്ചും, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സിനെ കുറിച്ചും, ആന്ത്രാക്സ് വൈറസിനെ കുറിച്ച്, ബാക്ടീരിയ കണ്ടുപിടിച്ചതിനെ കുറിച്ചും, വിബ്രിയോ കോളറിയ, ഹൈഡ്രോഫോബിയ, ഇതുപോലെയുള്ള ഇതിലെല്ലാം പോസിറ്റീവ് ഏജൻസ് കണ്ടുപിടിച്ചതിലും മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിലും ഒക്കെ ലൂയിസ് പാസ്റ്ററിൻ്റെ റോൾ എന്തായിരുന്നു, അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ടേം വാക്സിൻ ഡെവലപ്പ് ചെയ്തത് പാസ്റ്റർ ആയിരുന്നു. വാക്സിനേഷൻ ഏത് വാക്സിനാണ് പുള്ളി കണ്ടുപിടിച്ചതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ജോസഫ് ലിസ്റ്റർ. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റോബർട്ട് കോച്ചിനെ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കോച്ച് പോസ്റ്റുലേറ്റ്സ്
റോബർട്ട് കോച്ചിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്റ്റെയിനിങ് ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് കോച്ച് ആയിരുന്നു. ആന്ത്രാക്സ് ബാസിലസ് ഡിസ്കവേർഡ് ചെയ്തത് റോബർട്ട് കോച്ച് ആയിരുന്നു. ആന്ത്രാക്സ് ബാസിലസ് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആയിരുന്നു. ട്യൂബർക്കിൾ ബാസിലസ് കണ്ടുപിടിച്ചതും വിബ്രിയോ കോളറെ കണ്ടുപിടിച്ചതും നമ്മുടെ റോബർട്ട് കോച്ചാണ്. അതുപോലെ തന്നെ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ മിനിമം ഇത്രയും. പിന്നെ പോൾ എഹ്ലിച്ച്, അതായത് ഫാദർ ഓഫ് കീമോതെറാപ്പി, ലെസ് ഇമ്പോർട്ടൻസ് ആണ്, എന്നാൽ ഒന്ന് നോക്കി വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പോൾ എഹ്ലിച്ച് ഫാദർ ഓഫ് കീമോതെറാപ്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? പോൾ എഹ്ലിച്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ആരൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ലൂയിസ് പാസ്റ്റർ, ജോസഫ് ലിസ്റ്റർ, റോബർട്ട് കോച്ച്, പോൾ എഹ്ലിച്ച്. ഇത്രയും സയൻറ്റിസ്റ്റുകളെ കുറിച്ചൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സീൽ നീൽസൺ സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ്. സീൽ നീൽസൺ എന്ന് പറയുന്ന സ്റ്റെയിനിങ് ടെക്നിക്ക്, സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? അതായത് ബാക്ടീരിയ സ്റ്റെയിനിങ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റെയിനിങ്. ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ്, ഏതൊക്കെ ബാക്ടീരിയൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ്, കോംപ്ലക്സ് സ്റ്റെയിനിങ്, അതുപോലെ സീൽ നെൽസൺ സ്റ്റെയിനിങ് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യുക. സ്റ്റെയിനിങ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, അത് കണ്ടു പഠിക്കുക. പഠിച്ചിട്ടുണ്ടാകും, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, സീൽ നെൽസൺ ടെക്നിക്സ് ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ്. ഏത് തരം ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് തരം മൈക്രോ ഓർഗാനിസത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെയിനിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണോ, അനറോബിക് ബാക്ടീരിയ ആണോ, കാൻഡ ഫംഗയാണോ, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ ഡി, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്നും ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പ്രധാനമായിട്ട് നോട്ട് ചെയ്യാം. നമുക്കൊന്ന് സ്റ്റെയിനിങ്ങിലോട്ട് ഒന്ന് പോകാം. ഏതൊക്കെ ടൈപ്പുകളാണെന്നൊന്ന് ഞാൻ വായിച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കാം. ഭവിജ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും എടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ അവിടെ അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ് ഉണ്ട്, പിന്നെ സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ് ഉണ്ട്. സ്റ്റെയിനിങ്ങിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. കോമൺ സ്റ്റെയിനിങ് ടെക്നിക്സ്, സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് സ്റ്റെയിനിങ് എന്താണ്, ഇംപ്രഗ്നേഷൻ മെത്തേഡ് എന്താണ്, ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിൽ തന്നെ ഗ്രാം സ്റ്റെയിനും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും ആൽബർട്ട് സ്റ്റെയിനും എന്ന് പറഞ്ഞ് 3 ടൈപ്പ് വരുന്നുണ്ട്. അവ മൂന്നും ഓരോന്നും സെപ്പറേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെയിനിങ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ് പലതരത്തിലുള്ള സ്റ്റെയിനിങ് മെത്തേഡുകൾ, അതിൽ ഡിഫറൻഷ്യൽ സ്റ്റെയിനിൽ ഗ്രാം സ്റ്റെയിൻ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആരാണ് കണ്ടുപിടിച്ചത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്താണ്, അതിൻ്റെ മറ്റൊരു പേരെന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൽബർട്ട് സ്റ്റെയിൻ എന്താണ്, ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്നതും ക്രിസ്ത്യൻ ഗ്രാമാണ് കണ്ടുപിടിച്ചത്, അതും 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ള ബാക്ടീരിയകൾ എങ്ങനെയാണിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഗ്രാം സ്റ്റെയിനിൽ ഏതൊക്കെ ബാക്ടീരിയകൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും. ഏതൊക്കെ ഡൈ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്താണ്. അതിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ സ്റ്റെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ ഏത് കളറിൽ കാണപ്പെടുന്നു, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ അതെങ്ങനെയാണ് കാണപ്പെടുന്നത്, അത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ അല്ലെങ്കിൽ സീൽ നീൽസൺ സ്റ്റെയിൻ എന്നറിയപ്പെടുന്നു. ദ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ വാസ് ഡിസ്കവേർഡ് ബൈ എഹ്ലിച്ച്, പോൾ എഹ്ലിച്ച് അല്ലേ. അതിനെ കണ്ടുപിടിച്ചത് പോൾ എഹ്ലിച്ച് ആണെങ്കിലും സീലും നീൽസനുമാണ് പിന്നെ അത് മോഡിഫൈ ചെയ്തത്. മെയിൻലി നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ, വിബ്രിയോ കോളറല്ല, മൈക്കോബാക്ടീരിയം ലെപ്രെ, ഇതുപോലെയുള്ള മൈക്കോബാക്ടീരിയത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വെറൈറ്റീസും സ്റ്റെയിനിങ് ചെയ്യുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് 3ാമത്തെ സ്റ്റെയിനിങ് ആണ് ആൽബർട്ട് സ്റ്റെയിൻ. കോർണി ബാക്ടീരിയ, പ്രധാനമായിട്ട് കോർണി ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് സ്റ്റെയിനിങ് മെത്തേഡ് വഴിയാണ്, ആൽബർട്ട് സ്റ്റെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഡിഫ്തീരിയ പരത്തുന്ന കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പോൾ അതും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളിൽ നിന്നും 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വിശദീകരിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റെയിനിങ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം.
തേർഡ് ക്വസ്റ്റ്യൻ, സൂണോട്ടിക് ഡിസീസസ് ആർ. എന്താണ് സൂണോട്ടിക്? സൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ആനിമൽസ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യം, ആനിമൽസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, ഡിസീസസ് സ്പ്രെഡ് ഫ്രം ആനിമൽസ് ടു മാൻ. ഓപ്ഷൻ ബി, ഡിസീസസ് സ്പ്രെഡ് ബൈ പ്ലാന്റ്സ്. അപ്പോൾ ഇതല്ല. ഡിസീസസ് സ്പ്രെഡ് ബൈ കോണ്ടാക്ട്, ഡിസീസസ് സ്പ്രെഡ് ബൈ എയർ. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, ഡിസീസസ് സ്പ്രെഡ് ഫ്രം ആനിമൽസ് ടു മാൻ. അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലോട്ട് പകരുന്ന ഡിസീസസ്. എക്സാമ്പിളാണ് ഇത് നമ്മുടെ റാബിസ്, പേപ്പട്ടി വിഷബാധ. റാബിസ് എന്ന് പറയുന്ന രോഗം പട്ടിയിൽ നിന്നാണ് വരുന്നത്, ക്യാറ്റിൽ നിന്ന് വരാം അല്ലേ. അതുപോലെ മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് വരുന്ന ഡിസീസിനെ എന്ത് പറയുന്നു? സൂണോട്ടിക് ഡിസീസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ദിസ് ഇസ് എ ഫോർത്ത് ചാപ്റ്റർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനി ക്വസ്റ്റ്യൻ, എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരുപാട് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഏത് എസ്സേയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് നാലാമത്തെ നമ്മുടെ മൈക്രോബയോളജിയുടെ യൂണിറ്റ്, ദാറ്റ് ഈസ് ഇമ്മ്യൂണിറ്റി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏതിലാണ് നമ്മൾ പഠിച്ചത്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അത് കണ്ട് പഠിച്ചവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ആൻസർ പറയാൻ പറ്റും. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി തന്നെ ഇന്നേറ്റുമുണ്ട് അക്വയർഡുമുണ്ട്. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതാണ്, നമ്മുടെ ജീവിത ലൈഫ് സ്പാനിൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അതാണ് അക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിൽ തന്നെ ഇമ്മ്യൂണിറ്റി ആക്റ്റീവും പാസീവും ഉണ്ട്. ആക്റ്റീവും പാസീവും തന്നെ നാച്ചുറലും ആർട്ടിഫിഷ്യലും ഉണ്ട്. ഇവിടെ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ടു ബേബി ബൈ റെഡിമെയ്ഡ് ആൻറ്റിബോഡി. അതായത് ഒരു കുഞ്ഞിന് നമ്മൾ ഡയറക്റ്റ്ലി ആൻറ്റിബോഡി കുഞ്ഞിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണോ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. സെക്കൻഡ് ഓപ്ഷൻ, ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ത്രൂ ഇഞ്ചക്ഷനിലൂടെ ആൻറ്റിബോഡി കൊടുക്കുന്നതാണോ. ഓപ്ഷൻ സി, ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ഫ്രം മദർ ടു ബേബി ബൈ ബ്രസ്റ്റ് മിൽക്ക് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജനിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് കൊടുക്കാറുണ്ട് അല്ലേ, അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ ആ അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്കിലൂടെ കിട്ടുന്ന ആൻറ്റിബോഡീസ് ആണോ, അതാണോ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓപ്ഷൻ ഡി, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് കിട്ടുന്നതാണോ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി, ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ഫ്രം മദർ ടു ബേബി ബൈ ബ്രസ്റ്റ് മിൽക്ക് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. യു സ്റ്റഡി ഡീറ്റെയിലി അബൌട്ട് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, വാക്സിൻ. ഇത്രയും ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. നമുക്കൊന്ന് വേണമെങ്കിൽ ഞാൻ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കാം. ഇമ്മ്യൂണിറ്റി ഭവിജ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ ടെക്സ്റ്റ് ബുക്കാണിത്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഇപ്പോൾ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ നമ്മൾ ആദ്യം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി. നമുക്ക് ഓരോ മൈക്രോ ഓർഗാനിസത്തിനെ, ഒരു ആൻറ്റിജനെ ഇൻക്ലൂഡിങ് മൈക്രോ ഓർഗാനിസം, മറ്റൊരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അവയെ ചെറുത്തു നിൽക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന കുറച്ച് ഇമ്മ്യൂണിറ്റി പവറുകളുണ്ട്. അതിനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും, നമ്മൾ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് ജീവിതത്തിൽ പല സിറ്റുവേഷൻസിലൂടെ നമുക്ക് കിട്ടുന്നതിന് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ളത് അല്ലേ. അതിൽ തന്നെ സ്പീഷീസ് ഇമ്മ്യൂണിറ്റി ഒരു ടൈപ്പ് ഉണ്ട്, റേഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആണ്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണ് നമുക്ക് ജന്മനാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കിന്നുണ്ട്.
എപ്പിത്തീലിയൽ സർഫസ് ഉണ്ട് അല്ലേ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്കിന്നുണ്ട്, അതൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ബൈ ബർത്ത് നമുക്കുള്ളതാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമുക്കൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഇൻഹെയിൽഡ് പാർട്ടിക്കിൾസോ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ സ്നീസ് ചെയ്ത് പുറത്തോട്ട് ഒരു ഹെയർ ലൈക്ക് സീലിയ പോലത്തെ ഹെയർ ഉണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അല്ലെങ്കിൽ നാസൽ ക്യാവിറ്റിയിൽ. അതെന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഈ ഒരു കണ്ടന്റിൻ്റെ ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിനെ പുറത്തോട്ട് പ്രൊപ്പൽ ചെയ്ത് കളയുന്നു. അല്ലെങ്കിൽ അതിനെ ഫാരിങ്സ് വഴി എന്ത് ചെയ്യുന്നു, നമുക്ക് വിഴുങ്ങാൻ അല്ലെങ്കിൽ സോളോ ചെയ്യാൻ അവിടെ പറ്റുന്നു, അല്ലെങ്കിൽ ചുമച്ച് പുറത്തോട്ടെടുക്കാൻ നമുക്ക് പറ്റുന്നു. അതൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പവറാണ്. അതുപോലെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ നമ്മുടെ മൗത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ ഇത് സലൈവയുമായിട്ട് മൗത്തിൽ മിക്സ് ആകുന്ന സമയത്ത് സലൈവയുടെ അസിഡിക് pH എന്ത് ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുന്നു. അതുപോലെ കണ്ണുനീര്, നമ്മുടെ കൺജങ്ക്ടൈവ, ലൈസോസൈം എൻസൈംസ് ഉണ്ട്, അതിനെന്തിനുള്ള കഴിവുണ്ട്, ബാക്ടീരിയകളെ കൊല്ലാനുള്ള കഴിവുണ്ട്, ബാക്ടീരിയസിഡൽ ആക്ഷനാണ്. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ജെൻറ്റോ യൂറിനറി ട്രാക്റ്റിലായാലും വെജൈനയിലായാലും അവിടെയുള്ള ഒരു അസിഡിക് pH അതെന്ത് ചെയ്യുന്നു, നോർമൽ ലാക്ടോബാസിലസ് എന്നുള്ള ബാക്ടീരിയ, നോർമൽ ഫ്ലോറ, ഇതൊക്കെ അവിടെ നമ്മുടെ ബാക്ടീരിയസും മൈക്രോ ഓർഗാനിസംസും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില ആൻറ്റി ബാക്ടീരിയൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പോർപ്പർഡിൻ, പിന്നെ ബെറ്റാലിസിൻ, ലൈസോസൈം, പോളിപെപ്റ്റൈഡ്സ്, ലൂക്കോസൈഡ്സ്, പ്ലേക്കിൻസ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇതുപോലെ പല സബ്സ്റ്റൻസസ് ആൻറ്റി ബാക്ടീരിയൽ സബ്സ്റ്റൻസസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ, അതുപോലെ കീമോടാക്സിസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിനെ നോർമലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ആക്റ്റീവും ഉണ്ട്, പാസീവും ഉണ്ട്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ദ റെസിസ്റ്റൻസ് അക്വയർഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഡ്യൂറിങ് ലൈഫ്, ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്ത ഇമ്മ്യൂണിറ്റി പവറിനെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതിൽ ആക്റ്റീവും പാസീവും ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, നാച്ചുറലും ആർട്ടിഫിഷ്യലും. വീണ്ടും പാസീവും സെയിം ഇതേ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, നാച്ചുറലും ആർട്ടിഫിഷ്യലും എന്ന് പറഞ്ഞാൽ. ആക്റ്റീവിൽ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസീസ് വന്ന് ത്രൂ ക്ലിനിക്കൽ ഓർ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, നമുക്കിപ്പോൾ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ് അത് കഴിയുമ്പോൾ നമുക്ക് നോർമലി ചിക്കൻ ബോക്സിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അത് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ചിക്കൻ ബോക്സ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻ നമ്മൾ എടുത്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യലി ഉള്ള വാക്സിനേഷൻ നമ്മൾ എടുത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ബോക്സ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി. അത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ആക്റ്റീവും പാസീവും. അതിൽ ആക്റ്റീവ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ത്രൂ ഇൻഫെക്ഷൻ ഓർ ത്രൂ ഡിസീസ് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവർ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ത്രൂ വാക്സിനേഷൻ നമുക്കവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യുന്നു. അത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും എന്തൊക്കെ വാക്സിൻസ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നാച്ചുറൽ എന്നും ആർട്ടിഫിഷ്യൽ എന്നും. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രൂ ട്രാൻസ്പ്ലാസെൻ്റൽ മെറ്റേണൽ IgG ആൻറ്റിബോഡീസ്. അമ്മയും കുഞ്ഞും, അമ്മയുടെ യൂട്രസിൽ കുഞ്ഞ് വളരുമ്പോൾ അമ്മയുടെ ബ്ലഡാണ് എന്ത് ചെയ്ത് കുഞ്ഞിനെത്തുന്നത്. ത്രൂ പ്ലാസെൻ്റ IgG ആൻറ്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിനെത്തിച്ചേരുന്നു. അത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ്ലി നമ്മൾ ആൻറ്റി സീറം ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യലി പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ആൻറ്റി സീറം ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതിന് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കും വരുന്നത്. അതായത് നമ്മുടെ കൊളസ്ട്രം, കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആഫ്റ്റർ ബർത്ത് ഉടനെ തന്നെ നമ്മൾ കൊളസ്ട്രം അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കുന്നു. ആ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് എന്ത് ചെയ്യുന്നു, മെറ്റേണൽ ആൻറ്റിബോഡീസ് കിട്ടുന്നു അല്ലേ. അപ്പോൾ അത് രണ്ടും നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ 5 മാർക്കിനോ വേണമെങ്കിൽ 10 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ടോ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണിറ്റി, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. 5th ക്വസ്റ്റ്യൻ,
ഐഡന്റിഫൈ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് കോസിങ് ഡിസെൻട്രി. അപ്പം ഡയേറിയയും ഡിസെൻട്രിയും ഇത് രണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 5 മാർക്കിന് വേണമെങ്കിൽ ഡയേറിയൽ ഡിസീസസ് അല്ലെങ്കിൽ ഡിസെൻട്രി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ 5 മാർക്ക് ഡയേറിയൽ ഡിസീസസ് ആൻഡ് ഡിസെൻട്രി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഇവിടെ ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? എ സാൽമണല്ല ആൻഡ് ഈക്കോള ആണോ? ഓപ്ഷൻ ബി ഷിജല്ല ആൻഡ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണോ? ഓപ്ഷൻ സി വിബ്രിയോ കോളറ ആൻഡ് സ്യൂഡോമോണസ് ആണോ? ഓപ്ഷൻ ഡി സ്റ്റെഫിലോകോക്കസ് ആൻഡ് ഷിജല്ല ആണോ? അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ഓപ്ഷനകത്ത് 2 മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് രണ്ടും ഈ ഒരു ഡിസീസിന് കാരണമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹിയർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ഷിജല്ല ആൻഡ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്കുക, ഡിസെൻട്രി ആക്ച്വലി ഇത് നമ്മുടെ ഡയേറിയൽ ഡിസീസും കൂടെ നമുക്കിവിടെ പഠിക്കേണ്ടതാണ്. പക്ഷേ ഡയേറിയൽ ഡിസീസ് ഞാനത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡയേറിയൽ ഡിസീസിൻ്റെ ഒരു സബ് ടൈപ്പ് ആയിട്ടാണ് ഡിസെൻട്രി നമ്മളവിടെ പഠിക്കുന്നത്. ഡിസെൻട്രി ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഏതൊക്കെ ബാക്ടീരിയാസും ഏതൊക്കെ പ്രോട്ടോസോവ എന്നുള്ളതാണ്. ബാക്ടീരിയയിൽ വരുന്ന നോട്ട് ചെയ്തോളൂ, ഷിജല്ലയും ഷിജല്ലയും ഈക്കോളയും വരുന്നുണ്ട്. പ്രോട്ടോസോവയിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയും ബെലന്റിഡിയം കോളയും. ഓക്കെ, ഷിജല്ല ആൻഡ് ഈക്കോളെ 2 ബാക്ടീരിയ, പ്രോട്ടോസോവ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആൻഡ് ബെലന്റിഡിയം കോളെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ കറക്റ്റ് ഓപ്ഷൻ ഷിജല്ലയും എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയും എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് 4 ഓർഗാനിസംസ് ആണ്. ഡിസെൻട്രി, ഓക്കെ, ഡയറിയ വിത്ത് ബ്ലഡി ഡിസ്ചാർജ്, ഓക്കെ, ബ്ലീഡിങ്ങോട് കൂടിയുള്ള ഡയറിയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ബാക്ടീരിയയിൽ ഏതൊക്കെയാണ്? ഷിജല്ല, ഈക്കോളെ, പ്രോട്ടോസോവയിലെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആൻഡ് ബെലന്റിഡിയം കോളെ. ഓക്കെ, ഈ 4 ഓർഗാനിസംസ് ആണ് നമ്മുടെ ഡിസെൻട്രിക്ക് കാരണമായിട്ടുള്ളത്. 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ MCQ ആണ്. പാൻഡമിക് ഡിസീസസ് which caused pneumonia and rapid mortality in recent past is. അതായത് തൊട്ടടുത്ത കാലത്ത് പാൻഡമിക് ലോകമെമ്പാടും പടർന്നു പിടിച്ച ഒരു രോഗം, പാൻഡമിക് ഡിസീസ്. അവിടെ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ? ന്യൂമോണിയ ഡെവലപ്പ് ചെയ്ത് മരണനിരക്ക് കൂട്ടിയ ഒരു ഡിസീസ്. ഇൻഫ്ലുവൻസ വൈറസ് ആയിരുന്നോ? COVID-19 വൈറസ് ആയിരുന്നോ? കൊറോണ ഗ്രൂപ്പ് ഓഫ് വൈറസ് ആയിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആയിരുന്നു? ആക്ച്വലി ഇതിൽ 2 ഓപ്ഷനും കറക്റ്റാണ്, ബിയും സിയും. COVID-19 ഡിസീസ് എന്ന് പറഞ്ഞാൽ COVID-19 എന്ന് നമുക്ക് കൊടുക്കാം. അതല്ല വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ ഗ്രൂപ്പ് ഓഫ് വൈറസ് എന്ന് പറയാം. കൊറോണ ഗ്രൂപ്പ് ഓഫ് വൈറസ് തന്നെയാണ് ഇതിന് കാരണമായത്. സോ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്യേണ്ടത്, COVID-19 ഡിസീസ് അല്ലെങ്കിൽ COVID-19 വൈറസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആയിരുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റെയിനിങ്ങിൽ നിന്നായിരുന്നു. പറഞ്ഞതോർക്ക് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെയിനിങ് ചോദിച്ചു. സ്റ്റെയിനിങ് 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് നോക്കി വെക്കുക. പിന്നെ സൂണോട്ടിക് ഡിസീസ് എന്താണെന്ന് ഡെഫിനിഷൻ ചോദിച്ചു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇമ്മ്യൂണിറ്റി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇമ്മ്യൂണിറ്റി? ഇതെല്ലാം വെച്ചിട്ട് വേണമെങ്കിൽ 5 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെ വേണമെങ്കിലും എസ്സേ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്മ്യൂണിറ്റി നോട്ട് ചെയ്തോളുക. പിന്നെ പറഞ്ഞത് ഡിസെൻട്രി 2 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡിസെൻട്രി. നെക്സ്റ്റ് നമ്മുടെ COVID-19 കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് 6 മാർക്കിൻ്റെ MCQ. ഇവിടെ നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് ചെയ്താൽ 6 മാർക്ക് നമുക്കവിടെ കിട്ടും. നിങ്ങൾക്ക് വേണ്ടത് 38 മാർക്കാണ് ജയിക്കാൻ. MCQയിൽ നിന്ന് മാത്രം ഫുള്ളായിട്ട് 6 ക്വസ്റ്റ്യനും നമ്മുടെ നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോളിൽ 7 ക്വസ്റ്റ്യൻ MCQ ഉണ്ട്. ടോട്ടലി 13 MCQ. അതിൽ 10 MCQ എങ്കിലും നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പിന്നെ നിങ്ങൾക്ക് എസ്സേയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും 28 മാർക്ക് മാത്രം എടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ആൻസർ കറക്റ്റ്ലി ഓൾ MCQ. എല്ലാ MCQസും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. MCQൻ്റെ മാർക്ക് കിട്ടും തോറും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് നമ്മുടെ മൈക്രോബയോളജിയുടെ essay ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് HIV വൈറസ്
ഡിസ്കസ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് HIV ഇൻഫെക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ ചോദിച്ച essay എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഇവിടെ 2023 HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് ആണ് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് പാത്തോജനിക് ഓർഗാനിസത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓൾറെഡി HIV വൈറസിൻ്റെ ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്, പിക്ചർ ഉൾപ്പെടെ വരച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എന്തൊക്കെ ലബോറട്ടറി ഡയഗ്നോസിസ്, എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ആണുള്ളത്, എങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പാത്തോജനിക് ഓർഗാനിസം HIV വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV വൈറസ്, ഇവ രണ്ടും പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിക്കാം. റെട്രോ വൈറസിനകത്ത് വരുന്നതാണ് HIV വൈറസ്. അതിൽ പല തരത്തിലുണ്ട്. HIV വൈറസിന് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ മോർഫോളജി, അതായത് ഇതാണ് നമ്മുടെ HIV വൈറസ്. നമ്മുടെ ക്വസ്റ്റ്യനിലും ആദ്യം നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം HIV വൈറസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പിക്ചർ വരച്ച് ലേബൽ ചെയ്യുക. ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, ഇതിനുള്ളിൽ ഇങ്ങനെ നമ്മൾ സ്ലാൻഡിങ് ലൈൻ കൊടുത്ത RNAയും പിന്നെ റെക്റ്റാങ്കിളിന് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നുള്ള കവറിങ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 സർക്കിൾ, അടുത്തടുത്ത് 3 ലെയറായിട്ട് 3 സർക്കിൾ കൊടുക്കുന്നു. ഔട്ടർ ഷെൽ ഓഫ് ന്യൂക്ലിയോ ക്യാപ്സിഡും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എൻവലപ്പിലുള്ള സ്പൈക്കുകളും ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്കുകളും പിന്നെ പെഡിക്കിൾ ഗ്ലൈക്കോപ്രോട്ടീനും ട്രാൻസ്മെംബ്രെയിൻ പെഡിക്കിൾ ഗ്ലൈക്കോപ്രോട്ടീനും, ഇത്രയും പാർട്സുകൾ നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം. 1-2 പ്രാവശ്യം നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാൻ ബി ആസ്ഡ് ഫോർ 5 മാർക്ക് ഓൾസോ. 5 മാർക്കിനോ 10 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാം. എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരച്ച് ചെറുതായിട്ട് ഒരു മോർഫോളജിക്കൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് 5 പേജ് അവിടെ വിശദീകരിക്കണം. അപ്പോൾ ഡ്രോ എ നീറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഡയഗ്രാം വരച്ച് അതിൻ്റെ പാർട്സ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരുപാട് ഡീറ്റെയിൽ പോകണ്ട, ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെമ്പറേച്ചറിൽ എത്ര ടെമ്പറേച്ചറിലാണ് നശിക്കുക, ഏത് ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻസ് ഇനാക്റ്റീവ് ആക്കും, ഏത് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഇത് ആക്റ്റീവ് ആക്കും, അതുപോലെ ലയോഫിലിസേഷൻ എന്താണ്, ലയോഫിലിസേഷൻ എന്താണ്, ഈ വൈറസ് ലയോഫിലിസേഷനിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യും, നശിച്ചു പോകത്തില്ല അല്ലേ. അപ്പോൾ അത് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രതിരോധ ശക്തി, ആ വൈറസിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്ന് കാണിക്കാൻ വേണ്ടി റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ HIV വൈറസിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതിൻ്റെ സ്ട്രക്ചർ വരച്ചു, അതിൻ്റെ എക്സ്പ്ലനേഷൻ മോർഫോളജി കൊടുത്തു, നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയൊക്കെയാണ് അത് പടരുന്നത്, സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയും പാരൻട്രൽ ന്യൂട്രീഷൻ വഴിയും പെരീനേറ്റൽ ട്രാൻസ്മിഷൻ വഴിയും. എന്താണ് സെക്ഷൽ കോണ്ടാക്ട് വഴി വിശദീകരിക്കേണ്ട കാര്യമെല്ലാം അറിയാം. പാരൻട്രൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെയും ബ്ലഡ് പ്രോഡക്റ്റുകളിലൂടെയും ഷെയർഡ് സിറിഞ്ചസിലൂടെയും ഇൻട്രാവീനസ് നീഡിലുകളിലൂടെയും ഡ്രഗ് അബ്യൂസിങ്ങിലൂടെയും ഒക്കെയാണ് ഈ ഒരു പാരൻട്രൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇതുകൂടാതെ പെരിനേറ്റൽ ട്രാൻസ്മിഷൻ, അതായത് അമ്മയ്ക്ക് ഈ HIV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നാൽ ജനിക്കുന്ന കുഞ്ഞിനും അതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെരിനേറ്റൽ ട്രാൻസ്മിഷൻ, ഇതുപോലെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വിശദീകരിച്ച് എഴുതുക. നെക്സ്റ്റ് അതിൻ്റെ പാത്തോജനിസിസ് അറിയാമെങ്കിൽ എഴുതാം, നിർബന്ധമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അവിടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിച്ചതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പേജ് കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അക്യൂട്ട് HIV ഇൻഫെക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, സിംറ്റമാറ്റിക് ഇൻഫെക്ഷൻസ് എങ്ങനെയായിരിക്കും, അതുപോലെ പെർസിസ്റ്റൻറ്റ് ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെ സിംറ്റമാറ്റിക് HIV ഇൻഫെക്ഷൻ്റെ സ്റ്റേജസിൽ ഇത്രത്തോളം വിശദീകരിച്ച് എഴുതണമെന്നില്ല, എന്തൊക്കെ സിംറ്റംസ് ആണത്, കോമൺ സിംറ്റംസ് അവിടെ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താലും മതി. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, അതുപോലെ അടുത്ത് ക്ലിനിക്കൽ ടൈപ്സ്, എയ്ഡ്സ് ഇൻ അഡൾട്ട്, എയ്ഡ്സ് ഇൻ പീഡിയാട്രിക്സ്, പ്രധാനമായിട്ട് ടൈപ്സുകൾ മെൻഷൻ ചെയ്യുക. അടുത്ത 3ാമത്തെ പാർട്ടാണ് ലബോറട്ടറി ഡയഗ്നോസിസ്. എങ്ങനെ HIV നമ്മൾ ഡയഗ്നോസ് ചെയ്യും, എങ്ങനെ നമ്മളിത് HIV ആണെന്ന് ഉറപ്പ് വരുത്തും,
ഇത്രയും ടെസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ടെസ്റ്റുകൾ നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ചുരുക്കി, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ചുരുക്കി മാത്രം എഴുതിയാൽ മതി. സ്പെസിഫിക് ടെസ്റ്റുകൾ എഴുതുക. സ്പെസിഫിക് ടെസ്റ്റ് ഫോർ HIV ഇൻഫെക്ഷൻസ്. നോൺ സ്പെസിഫിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? സ്പെസിഫിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ആൻറ്റിജൻ ഡിറ്റക്ഷൻ, വൈറസ് ഐസൊലേഷൻ, ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ന്യൂക്ലിക് ആസിഡ്, ആൻറ്റിബോഡി ഡിറ്റക്ഷൻ. നോൺ സ്പെസിഫിക് ആയിട്ട് ടോട്ടൽ ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്, T lymphocyte subset assay, platelet count, IgA, IgG levels, skin test for CMI, പിന്നെ ടെസ്റ്റ് ഫോർ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് ആൻഡ് ട്യൂമർ. അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. അവയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ചുരുക്കി ഇത്രത്തോളം എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ ആ ഒരു 3 മാർക്കിൻ്റെ പാർട്ടിന് 5 മാർക്കിൻ്റെ പാർട്ടിന് അവിടെ എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ചുരുക്കി ഓരോ ടെസ്റ്റുകൾ 2-3 സെൻറ്റൻസുകൾ നിങ്ങളവിടെ എഴുതിയാൽ മതിയാകും. ഓക്കെ, നോൺ സ്പെസിഫിക് ടെസ്റ്റുകൾ എന്താണ്, അതിലെന്തൊക്കെയാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നതെന്ന്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് എഴുതാൻ പറ്റുന്ന, ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് പ്രിവെൻഷൻ. നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം? ഏതൊരു ഡിസീസ് മൈക്രോബയോളജി ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ പ്രിവെൻഷൻ എഴുതാം. സെക്ഷൽ കോണ്ടാക്റ്റ്, അതിൽ സേഫ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ്, ഷെയറിങ് നീഡിൽസ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണോ അത് നമുക്ക് എങ്ങനെയൊക്കെ അതിലൂടെയുള്ള ഡിസീസ് ട്രാൻസ്മിഷൻ തടയാം. അത് പോയിന്റ്സ് ആയിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. അല്ലാതെ ആ 3ാമത്തെ പാർട്ട് എഴുതി നിർത്തിയിട്ട്, അതായത് ലബോറട്ടറി ഡയഗ്നോസിസ് എഴുതി എസ്സേ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. പ്രിവെൻഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രൊഫിലാക്സിസ്, എന്ത് പ്രിവെൻഷനാണ്? നോ എഫക്റ്റീവ് വാക്സിൻ. ഇതുവരെയും HIV ഒരു വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് അവിടെ പ്രൊഫിലാക്സിസ് എഴുതുക. ഓക്കെ, അത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതും വേണമെങ്കിൽ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇനി സപ്പോസ് നമുക്ക് പെട്ടെന്നൊരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്തെങ്കിലും സംഭവിച്ചു, അവിടെ HIV പേഷ്യൻ്റ് ആയിരുന്നു അത് എങ്കിൽ നമുക്കവിടെ പ്രൊഫിലാക്സിസ് എന്താണ്, ആ ഡിസീസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്, PEP, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്താണ് നമ്മളവിടെ എടുക്കേണ്ടത്, എത്ര സമയത്തിനുള്ളിൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എടുക്കണം, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, നമുക്കങ്ങനെ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻസ്, ഇൻഫെക്ഷൻ കൺട്രോളിൽ നമ്മളത് പഠിച്ചതാണ് അല്ലേ. ഉടനെ നമ്മൾ പേഷ്യൻ്റെ സാമ്പിളും നമ്മുടെ സാമ്പിളും എടുത്ത് നമ്മൾ ലാബിൽ വിടുന്നു. അതിൽ ആർക്കെങ്കിലും ആൻറ്റിജനോ ആൻറ്റിബോഡിയോ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അതിനുശേഷം കൂടുതൽ ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സിലോട്ട് മൂവ് ചെയ്യുന്നു. അല്ല എങ്കിൽ പോസ്റ്റ് പ്രൊഫിലാക്സിസ് മാത്രം, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് മാത്രമായിട്ട് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് നെഗറ്റീവ് ഫോർ HIV ഇൻഫെക്ഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറിൻ്റെ എന്തോ ക്ലാസ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ടോപ്പിക്കും എവിടെ നിന്നും 1 വേർഡ് ക്വസ്റ്റ്യൻസോ 2 മാർക്ക് ക്വസ്റ്റ്യൻസോ 5 മാർക്ക് ക്വസ്റ്റ്യൻസോ 10 മാർക്ക് ക്വസ്റ്റ്യൻസോ ചോദിക്കാം. അത് കണ്ടുപഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ 10 മാർക്കിൻ്റെ എസ്സേയും കഴിഞ്ഞു. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലോട്ട് ഇവിടെ ഒന്നുകൂടെ നോക്കുക. ഇതിൽ ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം HIV വൈറസ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ HIV വൈറസ് വരയ്ക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം HIV വൈറസ് എന്താണെന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് HIV വൈറസിൻ്റെ പിക്ചർ വരയ്ക്കുന്നു. ഈ പിക്ചറിൻ്റെ പാർട്സിനെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു 4-5 സെൻറ്റൻസ് അവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് കണ്ടന്റാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഒരു ഫസ്റ്റ് പാർട്ടിന് 3 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനും കൊടുത്ത് പിക്ചറും വരച്ച് അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്ത് അതിൻ്റെ റെസിസ്റ്റൻസിനെയും കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ 3 മാർക്ക് അതുപോലെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അടുത്ത മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അത് ഈസി ആയിട്ടുള്ള പാർട്ടായതുകൊണ്ട് തന്നെ അതിന് 2 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2 മാർക്കിനും ഇത് മാത്രം എഴുതിയാൽ പോരാ. നിങ്ങൾ അത് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റമാറ്റിക് സ്റ്റേജ്, അതുപോലെ ക്ലിനിക്കൽ സ്റ്റേജ്, ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ലിംഫഡിനോപ്പതി വരുമ്പോഴെങ്ങനെയാണ്, ഓരോ സ്റ്റേജിലും എങ്ങനെയാണ്, എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് അവിടെ കാണുന്നു, അതൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സോ അവിടെയും നമ്മൾ ഈ 2 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കഴിഞ്ഞ് സയൻസ് ആൻഡ് സിംറ്റംസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മളവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലക്ഷ്യം 5 മാർക്കാണ്. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് HIV. അവിടെയും സ്പെസിഫിക് ടെസ്റ്റുകളും നോൺ സ്പെസിഫിക് ടെസ്റ്റുകളുമുണ്ട്. എല്ലാ ടെസ്റ്റുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു, 1-2 സെൻറ്റൻസിൽ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നു. ലാസ്റ്റ് അവിടെ വെച്ച് നിർത്താതെ ഈ 5 മാർക്ക് നമുക്കവിടെ സപ്പോസ് നിങ്ങൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ, ഒന്ന് കറക്റ്റ് ചെയ്യാൻ 5 മാർക്കിന് ഒരു 4 മാർക്കെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടി എന്താണ് പ്രൊഫിലാക്സിസ്, എന്തൊക്കെയാണ് പ്രിവെൻഷൻ, എങ്ങനെ നമുക്ക് ഈ ഒരു ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാം, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എങ്ങനെയാണ്, വാക്സിൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, വാക്സിൻസ് ഇല്ലെങ്കിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ
ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. 9 ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ 9.5 മാർക്ക് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് കിട്ടും. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും അരമാർക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ 9 9.5 മാർക്കോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രയും പറഞ്ഞ കണ്ടൻസ് എങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് നന്നായിട്ട് അതൊന്ന് പഠിക്കാം. നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇവിടെ ഞാൻ എൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നോട്ട് ഓൾറെഡി ഞാൻ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ പെത്തോജനിക് ഓർഗാനിസത്തിൻ്റെയും നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. HIV മാത്രമല്ല, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വൈറസിൻ്റെയും ബാക്ടീരിയകളുടെയൊക്കെ ക്ലാസ്സസും ഫ്രീക്വൻ്റ്ലി എക്സാമിന് ചോദിക്കുന്നതിൻ്റെ ക്ലാസ്സസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കുക. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. അപ്പോൾ നമുക്ക് 2.5-3 പേജ് അവിടെ കണ്ടന്റ് വേണം. എന്നാൽ മാത്രമേ 5 മാർക്കിന് നിങ്ങൾക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 4.5 മാർക്ക് അവിടെ തരത്തുള്ളൂ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഫൈൻ ആൻഡ് ക്ലാസിഫൈ ഇമ്മ്യൂണിറ്റി ആൻഡ് ബ്രീഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇമ്മ്യൂണിറ്റിയുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ MCQ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 5 മാർക്കിന് ചോദിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിവിടെ ചോദിച്ചു ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സ് എന്ത്, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്. ഇതിലിവിടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ശരീരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിന്ന്, റെസ്പിറേറ്ററി ട്രാക്ട്, ജെൻറ്റോ യൂറിനറി ട്രാക്ട്, വെജൈനൽ അല്ലെങ്കിൽ സലൈവ, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, ഓരോ ഭാഗത്തും നമുക്ക് എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, നമുക്ക് ഇമ്മ്യൂണിറ്റി പവറുകൾ ഉണ്ട്, അവയെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക്. ആദ്യം നിങ്ങൾ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഓരോ ടൈപ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മാത്രമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സ് അതിനെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്ത ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വിശദീകരിക്കാം. 5 മാർക്കിന് ഒരു 3 പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമ്മ്യൂണിറ്റി അറിയത്തില്ല എങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ അത്രത്തോളം വിശദീകരിച്ചില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് ഒരു ബാലൻസ് പോർഷൻ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 5 മാർക്ക് എന്നുള്ളത് 4 മാർക്ക് അല്ലെങ്കിൽ 4.5 മാർക്ക് അവിടെ പിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി ഞാൻ വീണ്ടും പറയാത്തത്. നെക്സ്റ്റ് വൺ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തന്നതാണ്. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് കാരണമാകുന്നത്, എങ്ങനെയാണ് പടരുന്നത്, അതിലെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, എന്തൊക്കെ സിംറ്റംസ് വരുന്നു, എന്ത് ട്രീറ്റ്മെൻറ്റ്, ഇതും നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ച് എഴുതാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ആ പോർഷൻ ഒന്ന് ഇവിടെ കാണിക്കാം. ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇവിടെ നോക്കുക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ എന്തൊക്കെ പറഞ്ഞു. ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ ട്യൂബർക്ലോസിസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് പറയുന്നുണ്ട്. അത് എത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ലബോറട്ടറി ഡയഗ്നോസിസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സ്പെസിമെൻ കളക്ഷൻ, എങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ ലബോറട്ടറി മെത്തേഡുകൾ, ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്, ഇത്രയും കണ്ടൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കുക. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻ ആഫ്റ്റർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനാണ്. കാരണം നമ്മുടെ ഡസ്റ്റി എൻവയോൺമെൻറ്റ് കാരണം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് വരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. അതിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുണ്ട്, അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുണ്ട്. നമ്മൾ ഏതിലാണ്? നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് യൂറത്രൈറ്റിസ്, സിസ്റ്റൈറ്റിസ്, പ്രോസ്റ്ററ്റൈറ്റിസ്, അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ബ്ലാഡറിന് യൂറിനറി ബ്ലാഡറിന് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ സിസ്റ്റൈറ്റിസ്, യൂറത്രയ്ക്ക് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ യൂറത്രൈറ്റിസ്. അത്രയുമാണെങ്കിൽ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അവിടെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറക്ടർ വഴി കിഡ്നിയിലോട്ട് പകരാം, അല്ലേ, അല്ലെങ്കിൽ കിഡ്നിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിനെന്ത് പറയുന്നു? അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. അതിൽ അക്യൂട്ട് പൈലൈറ്റിസ്, അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ്, ഗ്ലോമർലോനെഫ്രൈറ്റിസ്, അങ്ങനെ പല ഡിസീസസ് ഇവിടെ വരുന്നുണ്ട്. അവ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ഇവയുടെ കാരണങ്ങൾ. ജെൻഡർ, അല്ലെ എക്സാമ്പിൾ സ്ത്രീകൾക്ക് കൂടുതൽ
കൂടുതലായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത്. പ്രഗ്നൻസി സമയത്ത് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ബാക്ടീരിയൽ വെർലൻസ് കാരണം, ന്യൂറോജനിക് ബ്ലാഡർ ഡിസ്ഫങ്ഷൻ കാരണം, എനി ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് യൂറിൻ, എക്സാമ്പിൾ സ്റ്റോണ്, സ്ട്രിക്ചർ, പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി, അതല്ലെങ്കിൽ ട്യൂമർ, ഇതുപോലുള്ള ഡിസീസസ് കാരണം ഇതെല്ലാം എന്ത് ചെയ്യുന്നു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് കാരണമാകുന്നു. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ദാറ്റ് ഈസ് എസിംപ്റ്റമാറ്റിക് ചില ആൾക്കാർക്ക് സിംപ്റ്റമാറ്റിക് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പടർത്തുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കോമണസ്റ്റ് കോസ്റ്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഈ കോളയാണ്. പിന്നെ ക്ലബ്സില്ല, പ്രോട്ടിയസ്, എൻഡ്രോബാക്ടർ, സ്യൂഡോമോണാസ് ഓറിജിനോസ, സെറേഷ്യ, പിന്നെ എൻഡ്രോകോക്കൈ, സാപ്രോഫൈറ്റിക്കസ്, സ്റ്റെഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, ഇതുപോലെ പല ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ഫംഗസും ഉണ്ട്, അത് കാൻഡിഡ ആൽബിക്കൻസും, ഇതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് പരത്തുന്നുണ്ട്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ലബോറട്ടറി ഡയഗ്നോസിസ്. ഏതൊക്കെ ടൈപ്പ് ലബോറട്ടറി ഡയഗ്നോസിസ് ഉണ്ട്? ഫസ്റ്റ് വൺ, സ്പെസിമെൻ കളക്ഷൻ. അതിൽ മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ എന്താണെന്ന് പറയണ്ടല്ലോ. യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ ഇടയിലുള്ള യൂറിൻ, അതായത് ആദ്യം കുറച്ച് യൂറിൻ എംറ്റി ചെയ്ത് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെറൈൽ കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത് ലാസ്റ്റുള്ള യൂറിൻ കളയുക. അപ്പം മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ. പിന്നെ കത്തീറ്ററിൽ നിന്ന് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്, പിന്നെ ഇൻഫൻറ്റിൽ നിന്ന് നമ്മുടെ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് സ്പെസിമെൻ കളക്ഷൻ എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുക. പിന്നെ കളക്ട് ചെയ്ത യൂറിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലാബിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ടെക്നിക്കൽ വഴി എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മളിതിൽ ചെയ്യുന്നത്. നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പി ചെയ്യും, കൾച്ചർ ചെയ്യുന്ന പലതരത്തിലുള്ള മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം വിശദീകരിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുന്നു, ഏത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഏതൊക്കെ ടെസ്റ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് വിശദീകരിക്കുക. പിന്നെ ഏത് തരം ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈസി ആയിട്ടുള്ളതാണ്, പക്ഷേ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഡയറിയൽ ഡിസീസും റെയർ ആണ്, എന്നാലും അതിനേക്കാൾ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഫോർ 5 മാർക്ക്, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ ഇതിൽ നിന്ന് ഇതിൻ്റെ കോമണസ്റ്റ് കോസ്റ്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ദാറ്റ് ഈസ് ഈക്കോളെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും സ്പീഡിൽ കുറച്ചൊന്ന് സ്പീഡായിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം നമുക്ക് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. മൈക്രോബയോളജിയുടെ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് AHN അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്പീഡായിട്ട് പറയുന്നത്. കാരണം ഞാനിവിടെ ഓൾറെഡി നമ്മുടെ കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ മണിക്കൂറുകളായിട്ട് എടുത്തു കൊടുത്ത ക്ലാസ്സുകളാണ്. അപ്പോൾ വീണ്ടും ഞാൻ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കത് ബോറടിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക. വളരെ ചെറിയ എമൗണ്ട്, എന്ത് തന്നെ ആയാലും ആ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സപ്ലി എക്സാം എഴുതുന്നതിൻ്റെ ഫീസിൻ്റെ അത്രയും വരുന്നില്ല, അതിനേക്കാൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും ക്ലാസ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ്. നിങ്ങളുടെ എക്സാം വരെയും നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും കണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 5 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡിസ്കസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ബ്രീഫ് അബൌട്ട് സാമ്പിൾ കളക്ഷൻ. നമ്മളിവിടെ സാമ്പിൾ കളക്ഷൻ മാത്രമായിട്ട് നിർത്തുന്നില്ല. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് പറയുന്നു, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസത്തിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത അതിൻ്റെ സാമ്പിൾ കളക്ഷനെ കുറിച്ച് പറയുന്നു. ലബോറട്ടറി ഡയഗ്നോസിസിൽ സാമ്പിൾ കളക്ഷൻ, ട്രാൻസ്പോർട്ട്, പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ, ലബോറട്ടറി ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തു. ചെറിയൊരു എക്സ്പ്ലനേഷനോട് കൊടുത്തു. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഹൈജീനിക് പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പ്രിവെൻഷൻ, എന്തൊക്കെ പ്രിവെൻഷൻസ്, എങ്ങനെയൊക്കെയാണ് ഹൈജീനിക്കായിട്ട് നമ്മൾ കത്തീറ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുപോലെ വാഷ്റൂമിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്, ഏത് സൈഡിലോട്ടാണ് വാഷ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് പ്രിവെൻഷനും മെൻഷൻ ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം സ്റ്റിക്ക് ചെയ്യാതെ അതിൽ നിന്ന് അതും എഴുതി അതിൽ കൂടുതൽ കണ്ടന്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റിയാൽ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കും അതുപോലെ ടീച്ചേഴ്സ് തരും. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ
ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ. അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. സ്കിന്നിലും ഹെയറിലും നെയിലിലുമൊക്കെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അതാണ് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷനെ കുറിച്ച് ഞാനിവിടെ പറയാം. അതായത് ലബോറട്ടറി ഡയഗ്നോസിസ് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതത്തില്ല. പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ്, ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറയുന്ന ഈ രോഗം അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻ പടർത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഫംഗസ് ആണ്. പെത്തോജനിക് ഓർഗാനിസത്തിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഫംഗസ്. Dermatophytes are a group of fungi that infects only superficial keratinized tissue. അതായത് ശരീരത്തിൻ്റെ പുറമേ ഭാഗത്തുള്ള സ്കിന്ന്, ഹെയർ, നെയില് ഈ ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അത്തരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ത് പറയുന്നു? ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ഇൻവോൾവിങ് ദ ലിവിങ് ടിഷ്യൂ, നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തോട്ട് പോകാതെ സർഫസ്ലി മാത്രമുള്ള ഭാഗത്തിന് മാത്രമാണ് അവിടെ ഈ ഒരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സ്കിൻ, ഹെയർ, നെയിൽ ഇതിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസ് മാത്രമാണ് ഇവിടെ ചോദിച്ചത്. എന്നാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണിത് ഈ ഫംഗസ് അവിടെ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ദേ ബ്രേക്ക് ഡൗൺ ആൻഡ് യൂട്ടിലൈസ് കെരാറ്റിൻ. ഈ ഫംഗസ് സ്കിന്നിലും ഹെയറിലും നെയിലിലും ഒക്കെ കാണപ്പെടുന്ന കെരറ്റിനൈസ്ഡ് ടിഷ്യൂസിൽ കാണപ്പെടുന്ന കെരാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവർ കഴിക്കുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു, ഈ ഫംഗസ് അവിടെ ഈ സ്കിന്നിനെ നശിപ്പിച്ച് അവിടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിലും പെനിട്രേറ്റ് ചെയ്യും. ഇങ്ങനെ ദേ കോസ് ഡെർമറ്റോഫൈറ്റോസിസ്, ഓൾസോ നോൺ ആസ് ടീനിയ അല്ലെങ്കിൽ റിംഗ് വോം എന്നുള്ള ഫോമിലും ഈ ഒരു ഡെർമറ്റോഫൈറ്റോസിസ് ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഏതൊക്കെ ടൈപ്സ് ആണ് ഡെർമറ്റോഫൈറ്റ്സ് വരുന്നത്? ഡെർമറ്റോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഉണ്ട്, അതായത് ഏതൊക്കെ തരം മൈക്രോ ഓർഗാനിസം, ഏതൊക്കെ തരം ഫംഗസ് ആണെന്നുള്ളതാണ്. അതിൽ ട്രൈക്കോഫൈറ്റോൺ, അതായത് ഇൻഫെക്ഷൻ ഓഫ് ഹെയറും സ്കിന്നും നെയിലും. ട്രൈക്കോഫൈറ്റോൺ ഫംഗസ് ഹെയറിലും സ്കിന്നിലും നെയിലിനും ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. ഹെയറിലും സ്കിന്നിലും മാത്രം ഉണ്ടാകുന്ന മറ്റൊരു ഫംഗസാണ് മൈക്രോസ്പോറം. പിന്നെ സ്കിന്നിലും നെയിലിലും മാത്രം ഉണ്ടാകുന്ന എപ്പിഡെർമോഫൈറ്റോൺ. ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ഇത് 3 തരം പ്രധാനപ്പെട്ട 3 ഫംഗസുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ. ഇനി ഇതിൽ അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് ക്ലിനിക്കൽ ടൈപ്സുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്കാൽപ്പിലാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ടീനിയ ക്യാപിറ്റിസ് എന്നാണ് പറയുന്നത്. അടുത്ത് നോൺ ഹെയറി സ്കിൻ ഓഫ് ദ ബോഡി, നമ്മുടെ സ്കിന്നിൽ, അതായത് മുടിയില്ലാത്ത അല്ലെങ്കിൽ ഹെയർ കൂടുതലില്ലാത്ത സ്കിന്നിൽ പാർട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ടീനിയ കോർപ്പോറിസ് എന്നാണ് പറയുന്നത്. ടീനിയ ക്യാപിറ്റിസ് അത് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോൾ ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയുന്നു. അടുത്തല്ലാതെ നോൺ ഹെയറി സ്കിന്നിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്നു. പിന്നെ ടീനിയ ക്രൂറിസ്, ഗ്രോയിൻ റീജിയനിൽ, ജനൈറ്റൽ റീജിയനിൽ അല്ലെങ്കിൽ ഗ്രോയിൻ റീജിയനിൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടീനിയ ക്രൂറിസ് എന്നാണ് പറയുന്നത്. ഇനി അത്ലറ്റ് ഫൂട്ട് എന്നറിയപ്പെടുന്ന, അതായത് കാലിൽ, ഫൂട്ടിൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനാണ് ടീനിയ പീഡിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ടീനിയ ബാർബേ അല്ലെങ്കിൽ ബാർബേഴ്സ് ഇച്ച് എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത്, അതായത് നമ്മുടെ മുഖത്ത് ഷേവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ ഫേസിലും നെക്കിലും ഒക്കെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ബാർബേഴ്സ് ഇച്ച് അല്ലെങ്കിൽ ടീനിയ ബാർബേ എന്ന് പറയുന്നു. അപ്പോൾ ക്ലിനിക്കൽ ടൈപ്പും നിങ്ങൾക്ക് അവിടെ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷനകത്ത് എഴുതാം. ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ infect only superficial keratinized tissue, especially skin, hair, nail. അവിടെ എന്താണ് ഈ ഫംഗസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നിലും ഹെയറിലും നെയിലിലും ഒക്കെ ഉള്ള കെരാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇറ്റ് മേ പെനിട്രേറ്റ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഓൾസോ. ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫംഗസിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, പിന്നെ എപ്പിഡെർമോഫൈറ്റോൺ, അതും വേണമെങ്കിൽ ചോദിക്കാം. ട്രൈക്കോഫൈറ്റോൺ എന്താണ്? ഹെയറിലും സ്കിന്നിലും നെയിലിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. മൈക്രോസ്പോറം ഹെയറും സ്കിന്നും മാത്രം. എപ്പിഡെർമോഫൈറ്റോൺ സ്കിന്നും നെയിലും മാത്രം. പിന്നെ ഇതിൻ്റെ ടൈപ്സ്, ഈ ഒരു
ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻസിൻ്റെ ടൈപ്സ് പ്രധാനമായിട്ട് ഈ റിംഗ് വേമായിട്ട് ഇത് ഇൻഫെക്ഷൻ ഏതൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതനുസരിച്ച് ഇതിന് പേരുകൾ പലതരമാണ്. സ്കാൽപ്പിലാണെങ്കിൽ ടീനിയ ക്യാപിറ്റിസ്, അതിൽ നോൺ ഹെയറി സ്കിന്നിലാണെങ്കിൽ ടീനിയ കോർപ്പോറിസ്, ഗ്രോയിൻ റീജിയനിലാണെങ്കിൽ ടീനിയ ക്രൂറിസ്, അത്ലറ്റ് ഫൂട്ട് അല്ലെങ്കിൽ ഫൂട്ടിലാണെങ്കിൽ ടീനിയ പീഡിസ്, പിന്നെ ഷേവ് ചെയ്യുന്ന ഭാഗത്ത് ബിയേർഡ് ഏരിയാസ്, അത് മീശയും താടിയും വരുന്ന ഭാഗം അല്ലെങ്കിൽ നെക്കിലൊക്കെ ഷേവ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ടീനിയ ബാർബേ അല്ലെങ്കിൽ ബാർബേഴ്സ് ഇച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ പേരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അത്രത്തോളം ഡീറ്റെയിൽസ് വേണ്ട. 5 മാർക്കിന് മാത്രമേ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ഇത് ചോദിക്കത്തുള്ളൂ, അതും റെയറാണ്. ലബോറട്ടറി ഡയഗ്നോസിസ് നമ്മൾ ചെയ്യണം. ലാബ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം സ്പെസിമെൻ വേണം, അല്ലെ, സാമ്പിൾ വേണം. അപ്പം നമ്മൾ എവിടെ നിന്നായിരിക്കും സാമ്പിൾ എടുക്കുന്നത്? എവിടെയാണോ ഇൻഫെക്ഷൻ ഉണ്ടായത് അവിടെയുള്ള സാമ്പിൾ. സ്കിന്നിലാണെങ്കിൽ സ്കിന്നിൻ്റെ സാമ്പിൾ, ഹെയറിലാണെങ്കിൽ ഹെയർ സാമ്പിൾ, നെയിലാണെങ്കിൽ നെയിൽ സാമ്പിൾ. അവിടെ നിന്ന് സ്പെസിമെൻ കളക്ട് ചെയ്ത് ലാബിൽ കൊണ്ടുപോയി ഒന്നുകിൽ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യും, ഒപ്പം അതുകൂടാതെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിയും ചെയ്യും. കൾച്ചർ ചെയ്ത് നമുക്ക് ഏത് മൈക്രോ ഓർഗാനിസമാണ് ആ മൈക്രോ ഓർഗാനിസം ഡെർമറ്റോഫൈറ്റിൻ്റെ മോർഫോളജി കണ്ടുപിടിച്ചാൽ മാത്രമേ ഏതുതരം മൈക്രോ ഓർഗാനിസമാണ് ഇതിന് കാരണമായിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഏത് മൈക്രോ ഓർഗാനിസമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെർമറ്റോഫൈറ്റോസിസ്. എന്താണ് ട്രീറ്റ്മെൻറ്റ്? ഫംഗൽ ഇൻഫെക്ഷന് ആൻറ്റി ഫംഗൽ ഏജൻറ്റ്സ്, ടോപ്പിക്കൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് കഴിക്കുന്നതല്ല, ടോപ്പിക്കലി ഓറലി ഉള്ള ടാബ്ലറ്റ് ഉണ്ട്. നോർമലി നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുക ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റുകളാണ്. ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന, സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ആൻറ്റി ഫംഗൽ ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അതല്ല എങ്കിൽ അടുത്തൊരു ഇതാന്ന് പറയുന്നത് ഓറൽ ടാബ്ലറ്റും ഗ്രിസിയോ ഫുൾവിൻ പോലെയുള്ള ഡ്രഗ് ഓഫ് ചോയ്സുകൾ ആൻറ്റി ഫംഗൽ ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഡെർമറ്റോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷനകത്ത് 5 മാർക്കിന് ഇത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു, ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും മറ്റൊന്ന് ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷനും ആയിരുന്നു ചോദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കോമൺലി ചോദിക്കുന്നത്. ഇപ്പോഴത്തെ സിലബസ് പാറ്റേൺ അനുസരിച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുന്നുണ്ട്. ഡെങ്കു വൈറസും HIV വൈറസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? HIV വൈറസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ഡെങ്കു വൈറസ് എന്താണെന്ന് കൂടി നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഒരു 4-5 പോയിന്റ്, ഡെങ്കുവിലൊരു 5 പോയിന്റ്, HIV-യിൽ 5 പോയിന്റ്, അത്രയും ഒന്ന് കോളമായിട്ടോ അല്ലെങ്കിൽ പോയിന്റ് ആയിട്ടോ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറിയയും ഡിസെൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ. നെക്സ്റ്റ് IgGയും IgMും, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 10 മാർക്ക്, can be asked for 5 mark, can be asked for 2 mark, can be asked for 1 mark. Any type of question can be asked from immunoglobulin and types of immunoglobulin. Okay, ഓരോ ടൈപ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് നോക്കേണ്ടത് ഡെങ്കു വൈറസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെങ്കു വൈറസ്. അപ്പോൾ ഡെങ്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്യാരക്ടറൈസ്ഡ് ബൈ ഫീവർ ഓഫ് സഡൻ ഓൺസെറ്റ്, ഹെഡേക്ക്, റെട്രോബൾബാർ പെയിൻ, കൺജങ്ക്റ്റൈവൽ ഇൻഫെക്ഷൻ, പെയിൻ ഇൻ ദ ബാക്ക് ആൻഡ് ജോയിൻറ്റ്സ്. ഡെങ്കു എന്ന് പറയുന്നത് ഡെങ്കു ഫീവർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് ഡെങ്കു പിടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഡെങ്കു വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കു ഫീവർ എന്ന് പറയുന്നത്. പെട്ടെന്ന് പനി വരുന്നു, തലവേദന വരുന്നു, അതുപോലെ നമുക്ക് കണ്ണിന് ചുറ്റും വേദന എടുക്കുന്നു, കൺജങ്ക്റ്റൈവൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അതുപോലെ നമുക്ക് ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനും ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ അതുകൂടാതെ ലിംഫഡിനോപ്പതി, മാക്കുലോപാപ്പുലർ റാഷസ് ഇതൊക്കെ ഉണ്ടാകുന്നു. ഇതാണ് കോമൺ ആയിട്ട് ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ. ഡെങ്കു വൈറസ് എന്ന് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഡെങ്കു 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ലൈക്ക് യെല്ലോ ഫീവർ, ഇതും കൊതുക് പരത്തുന്ന, അല്ലെ, കൊതുക് കടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുക് കടിക്കുന്നതിലൂടെ അതിലൂടെ പടരുന്ന ഒരു രോഗമാണ് ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു വൈറസ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് അടുത്ത് നോക്കാം. ക്ലാസിക്കൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഇതിൻ്റെ സിംറ്റംസ് എല്ലാം ഞാനൊരു നോട്ട് തന്നിട്ടുണ്ട്. ഒന്ന് നോർമലി ഉണ്ടാകുന്ന സിംറ്റംസ് ഏതൊക്കെയാണ്? ഫീവർ ഉണ്ടാകും, റെട്രോബൾബാർ പെയിൻ ഉണ്ടാകുന്നു, ബാക്ക് ഏക്ക് ഉണ്ടാകുന്നു, സ്കിൻ റാഷസ് ഉണ്ടാകാറുണ്ട്, അത് കൺജങ്ക്റ്റൈവൽ പെയിൻ ഉണ്ടാകാറുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, കൺജങ്ക്റ്റൈവൽ റെഡ്നെസ് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്, ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാറുണ്ട്, ലിംഫ് നോഡ് എൻലാർജ് ആകാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത് കോമൺ ആയിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് അതിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസ്. അവിടെയും ആദ്യം നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നു ഫോർ ആൻറ്റിബോഡി ഡിറ്റക്ഷൻ.
ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻറ്റിബോഡി ഡെങ്കു വൈറസ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതുപോലെ PCR ടെസ്റ്റ് ചെയ്ത് വൈറസ് ഏതാണെന്ന് ഐസൊലേറ്റ് ചെയ്യാം. അതിനൊന്നുകിൽ നമുക്ക് സീറം എടുക്കാം, അല്ലെങ്കിൽ പ്ലാസ്മ എടുക്കാം, അല്ലെങ്കിൽ ഹോൾ ബ്ലഡ് എടുക്കാം, അല്ലെങ്കിൽ ഓട്ടോപ്സി ടിഷ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മസ്കിറ്റോസ് ആ ഒരു ഏരിയയിലുള്ള മസ്കിറ്റോസിനെ കളക്ട് ചെയ്തും നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഇതിലേത് തരത്തിലുള്ള സ്പെസിമെൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഇതുപോലെ ഹെമറ്റോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഈ ഡെങ്കു ഫീവർ ഉള്ളവർക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു പോകാറുണ്ട്. HBയുടെ കൗണ്ടും അതിൽ ഹെമറ്റോക്രിറ്റും വളരെയധികം കുറയാറുണ്ട്. പ്രധാനമായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം, അതായത് 1 ലക്ഷത്തിനേക്കാൾ താഴെ 4 ലക്ഷം വരെ വേണ്ട പ്ലേറ്റ്ലെറ്റ് 1 ലക്ഷത്തിനും താഴെ, ചില ആൾക്കാർക്കൊക്കെ 1/2 ലക്ഷവും 50,000 താഴോട്ടും ചിലപ്പോൾ പോകാറുണ്ട്. ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് അനധികമായിട്ട് കുറഞ്ഞു പോകുന്നതിനാണ്, അൺകൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ത്രോംബോസൈറ്റോപീനിയയും ഹീമോ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കും. ഹീമോ കോൺസെൻട്രേഷൻ ഹെമറ്റോക്രിറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളതും കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ നമുക്ക് മൈക്രോബയോളജിക്കൽ ഡയഗ്നോസിസിന് വേണ്ടി എലിസ ടെസ്റ്റും വേണമെങ്കിൽ ഡിറ്റക്ഷൻ ആൻറ്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എലിസ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൊഫിലാക്സിസ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇതൊരു പ്രിവെൻറ്റ് ചെയ്യാൻ എന്താണ് മാർഗം എന്ന് വെച്ചാൽ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഇല്ല, പകരം നമ്മൾ കൊതുകടി ഒഴിവാക്കുക. കൺട്രോൾ മെഷേഴ്സ് ഇൻക്ലൂഡ് എലിമിനേഷൻ ഓഫ് മസ്കിറ്റോസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതിനെ സാഹചര്യങ്ങളെല്ലാം ഇല്ലാതാക്കുക. ഒപ്പം മസ്കിറ്റോ നമ്മളെ കടിക്കാതെ നോക്കാനുള്ള മെഷേഴ്സും എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡെങ്കുവിനകത്ത് നോക്കാനുള്ളത്. പിന്നെ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റുമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ HIV വൈറസ് ഓൾറെഡി പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെങ്കുവും ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഡെങ്കു വൈറസും HIV വൈറസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഡെങ്കു വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിവെൻഷൻ ഇല്ല, HIV-ക്കും പ്രിവെൻഷൻ ഇല്ല, വാക്സിൻ ഇല്ല, രണ്ടിനും വാക്സിൻ ഇല്ല. പക്ഷേ ഡെങ്കു വൈറസ് പകരുന്നത് കൊതുക് പടർത്തുന്നതാണ്. HIV വൈറസ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സെക്ഷൽ കോണ്ടാക്ട്, പാരൻട്രലി, ഇൻട്രാവീനിയസ്ലി ഒക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഡെങ്കു അങ്ങനെയല്ല, കൊതുക് നമ്മളെ കടിച്ചാണ് നമുക്ക് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. ഇവിടെ ഡെങ്കു ഇതിൻ്റെ സിംറ്റംസ് വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തുടങ്ങുന്നു. പക്ഷേ HIV പെട്ടെന്ന് കാണിക്കണമെന്നില്ല, വർഷങ്ങളടുത്തായിരിക്കും ചിലപ്പോൾ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള 4-5 വ്യത്യാസങ്ങൾ ഡെങ്കുവിൻ്റെ വൈറസിൻ്റെ ഏത് ക്ലാസിഫിക്കേഷൻ വരുന്നു എന്നുള്ളതും HIV റെട്രോ വൈറസ് ആണെന്നുള്ളതും അതിൻ്റെ സാമ്പിൾ കളക്ഷൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചും ഒക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ 4-5 പോയിന്റ്സ് മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതിയാണ്. അങ്ങനെ ഡെങ്കു വൈറസും HIV വൈറസും എഴുതുക. പിന്നെ ഡയേറിയ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് വാട്ടറി സ്റ്റൂൾ, അല്ലേ, കൺട്രോൾ ഇല്ലാതെ നമ്മൾ വയറിനെന്ത് ചെയ്യുന്നു, വാട്ടറി സ്റ്റൂൾ പോകുന്നതിന് ഡയേറിയ എന്ന് പറയുന്നത്. ഡയേറിയയിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസെൻട്രി എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്താണോ ഡയറിയയുടെ റൂട്ട് കോസ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ IgMും IgGയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ 37 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുകയാണ്. ആദ്യത്തെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 6 മാർക്കും കിട്ടണം. അടുത്ത 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് HIV വൈറസിൻ്റെ ക്ലാസ് കണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, പഠിച്ചെഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 9.5 മാർക്ക്, 9 അല്ലെങ്കിൽ 9.5 മാർക്ക് പോട്ടെ, 9 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പിച്ച് കിട്ടും. അടുത്ത 3-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 15 മാർക്ക്. എല്ലാ ക്വസ്റ്റ്യനും മിനിമം 4 മാർക്കിനുള്ള കണ്ടൻറ്റ് കൃത്യമായിട്ട് ഓൾറെഡി ഞാനെല്ലാം കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില ഇൻവിജിലേറ്റേഴ്സ് ഫുൾ മാർക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ 4 മാർക്ക് ഇടുന്നത്. 4 3 12 മാർക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് നമ്മുടെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും നമുക്ക് ഫുള്ളായിട്ട് കിട്ടണം. അവിടെ ഒരു പേജിൻ്റെ ഹാഫ് പേജ് 2 മാർക്കിന് കണക്കാക്കി മിനിമം നിങ്ങൾ അത്രയുമെങ്കിലും എഴുതുക. അല്ലാതെ 2 സെൻറ്റൻസ് എഴുതി വെച്ചിട്ട് 2 മാർക്ക് കിട്ടത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. ആ 6 മാർക്ക് നിങ്ങൾക്ക് അതുപോലെ കിട്ടും, അതിലൊരു വ്യത്യാസവും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ 1 മാർക്കും ഇവിടെ ഒരു 3 മാർക്കും ഒഴിഞ്ഞാൽ 4 മാർക്ക് കഴിഞ്ഞാൽ 33 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 37 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചെഴുതി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് 33 മാർക്ക് മൈക്രോബയോളജിക്ക് മാത്രമായിട്ടും കിട്ടും. അത്രയുമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ടില്ല, ഇനി നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, ഇനിയുള്ള സമയത്ത് പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും.
അങ്ങനെ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. only 1499 is the fees. If you want to join, for any enquiry you can contact this number 8891127927. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.